ഓ ഒന്നുമില്ലെന്നേ, ചുമ്മാ വരട്ടെ. ഷോക്കോസ് നോട്ടീസ് വന്നതാ, കൃത്യമായിട്ട് അതിന് മറുപടിയും കൊടുത്തു. പിന്നെ നമ്മുടെ വക്കീലുണ്ടായിരുന്നല്ലോ, സേതുപതി സാറ് നിസാരക്കാരനാണോ? ചിത്രയാണെങ്കിൽ വാ പോലും തുറന്നില്ല. വക്കീല് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. വക്കീലിനെ എല്ലാം കൃത്യ അരച്ച് കാലയ്ക്ക് കുടിച്ച പോലെയാ. ഇനി എന്തോന്ന് അന്വേഷണമാ, റിപ്പോർട്ട് അങ്ങ് മുകളിലോട്ട് പോവും. അനന്തൻ വേറെ വീട് വാങ്ങിയല്ലോ, പിള്ളേരുമായിട്ട് ഇപ്പോൾ അവിടെ അല്ലയോ? സാർ അങ്ങോട്ട് വാ. ഇനി ഞങ്ങളുടെ ഈവനിങ് ക്ലബ്ബെല്ലാം അവിടെ ആയിരിക്കും, സിനിമയുടെ ഫുൾ ഡിസ്കഷനും അവിടെ ആയിരിക്കും. സാർ അങ്ങോട്ടേക്ക് വാ. ശരി സാറേ, ഞാൻ വിളിക്കാം. അതെ സാറേ, ഒരു ന്യൂസ് ഉണ്ട് കേട്ടാ. എന്താ അത്? KGSന്റെ പെണ്ണ് കേസിൽ കൊടുക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതെയോ? മേഡം ഇല്ലേ? ഉണ്ട്, വാ പറയാം. ഈ സഫേര ഹോട്ടലിലാണെങ്കിൽ പഴയ മാനേജ്മെന്റിനെ എനിക്കറിയാം. മലബാറിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാ ഇപ്പൊ ആ ഹോട്ടൽ നടത്തുന്നത്. ഇപ്പോഴത്തെ മാനേജർ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ മേഡം ഇതിനൊക്കെ മാനേജർ? എനിക്ക് റൂം ബോയ് മതിട്ടാ. അതിനുള്ള പാർട്ടിക്ക് എന്റെ കയ്യിലുണ്ട്. മാഡത്തിന്റെ സപ്പോർട്ട് അത് മാത്രം മതി എനിക്ക്. ഈ റെയ്ഡ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേ അത് മാഡം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിനുള്ള പിടിപാടൊക്കെ ചിത്ര മാഡത്തിനുണ്ടല്ലോ. ചിത്രേ, മിനിസ്റ്റർ വിളിക്കടി. അല്ലേ നമ്മുടെ MLA ഇരിക്കല്ലേ മോൻസി, പുള്ളി വിളിക്കേ. നിങ്ങൾ എന്തൊരു വിവരക്കേടായി പറയുന്നേ. നമ്മൾ ഇവിടെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലീക്ക് ചെയ്താലേ അതൊരു സെക്കൻഡ് കൊണ്ട് KGSന്റെ ചെവിയിലെത്തും. ഇത് പൂർണ്ണമായിട്ടും ബേബി അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി. നമ്മുടെ മീഡിയ രമേശിനെ കൊണ്ട് അത് പോലീസിൽ അറിയിക്കാം. പിന്നെ മറ്റു പ്രൊസീജിയറൊക്കെ അങ്ങനെ അങ്ങ് നടന്നോളും. വാർത്തയും അവർ ഹാൻഡിൽ ചെയ്തോളും. അത് നല്ലതാട്ടാ. എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അത് മീഡിയയുടെ തലയിലിരിക്കും. മേഡം അങ്ങോട്ട് സേഫ് ആവും. അപ്പൊ ബേബി, ഈ KGSും ആൻസി വർഗീസും ഇപ്പൊ ആ ഹോട്ടലിലാണോ താമസിക്കുന്നത്? ഏയ് ആണ്, പക്ഷേ രണ്ടും മുറിയിലാട്ടാ. 301, 306 തേർഡ് ഫ്ലോറില് ഓപ്പോസിറ്റാ മുറികള്. അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചുട്ടാ. റൂം ബോയിനെ 2 പേരെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിടുക്കി പെണ്ണിനെ വൈകുന്നേരം ആവുമ്പോ KGSന്റെ റൂമിലേക്ക് അങ്ങോട്ട് എത്തിക്കും. ആ പെൺകുട്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണോ? അതോ പോലീസ് വരട്ടുമ്പോഴേ KGSന്റെ മുമ്പില് ബബബ അടിക്കുവോ? ഏയ്, ഒരിക്കലുമില്ല. അതെ, അവളൊരു ഊമയാ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഊമയോ? അപ്പൊ പോലീസ് വരുമ്പോഴേ അവളെല്ലാം എഴുതി കൊടുത്താ എന്ത് ചെയ്യും? അത് അതിനേക്കാൾ വലിയ രേഖയില്ലയോ? ഏയ്, അതൊരു പ്രോബ്ലം ഇല്ല. അവളെ എഴുതി കൊടുത്താലും അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ആൻസി വർഗീസ് ആണെന്ന് അവൾ അങ്ങോട്ട് എഴുതി കൊടുക്കും. ആ കൊച്ചാപ്പന്റെ പേര് കൂടി അങ്ങോട്ട് എഴുതി കൊടുക്കും. അങ്ങനെ തന്നെ വേണം. അത് ഞാൻ പറയാനിരിക്കായിരുന്നു ബേബിയോട്. ആൻസിക്കും കൊച്ചാപ്പനും ഇത് തന്നെ ബിസിനസ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കണം. ആ വീഡിയോ കേസ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിനൊരു പബ്ലിസിറ്റിയും കിട്ടട്ടെ. അവർക്കിപ്പോഴും ബിസിനസ് ഇതാണെന്ന് പബ്ലിക് അറിയട്ടെ. ഈ വരുന്ന പെൺകുട്ടി മിടുക്കിയാണല്ലോ അല്ലേ? പിന്നെ മാഡം, എന്റെ അടുത്ത് വരുന്നതൊക്കെ മോശമാവും അങ്ങട്. പക്ഷെ ഇത്തിരി പൈസ കൂടുതലാട്ടാ. അത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണേ. ഈ മോഡലിംഗ് ഒരു ക്രൈസാ. ഈ മോഡലിംഗ് ആവുമ്പോ ഊമയാണെങ്കിലും കുഴപ്പമില്ലല്ലോ, അതിന് ഡബിങ് ഇല്ലല്ലോ. പക്ഷെ നല്ല തുക കൊടുക്കണം, എന്നാലും അവൾ അങ്ങോട്ട് ഒതുങ്ങൂ. എത്ര കൊടുക്കേണ്ടി വരും? അതൊന്നാ ചോദിക്കണത്. കാര്യം വൃത്തിയായിട്ട് നടക്കുമെങ്കിൽ 1 or 2 തരാം. ആണാ? അപ്പൊ അഡ്വാൻസ്? അഡ്വാൻസ് ഒന്നുമില്ല. കാര്യം നടന്നു വാർത്ത വന്നാൽ അപ്പ ക്യാഷ്, അത്രേ ഉള്ളൂ. അതെ ബേബിയെ, ആലോചിച്ച് സമയം കളയാതെ വേഗം പോ. അതെ, അഡ്വാൻസ് കൊടുത്തില്ലെങ്കിലേ കാര്യം നടക്കില്ല സാറേ.